രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധി പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനിറങ്ങി ഒടുവിൽ നിയമക്കുരുക്കിലായ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ വരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് ആശ്വാസം. ഈ മാസം 15 വരെയും സന്ദീപിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ ഏറ്റവും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ രാഹുലിനെ രക്ഷിക്കാനിറങ്ങി നിയമക്കുരുക്കിലായ രാഹുൽ ഈശ്വർ കോടതി കയറി ഇറങ്ങുന്നു, ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ജാമ്യാപേക്ഷയെല്ലാം തള്ളുന്നു. ഒടുവിൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം? ഇപ്പോൾ നാളെ രാവിലെ വരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് രാഹുൽ ഈശ്വർ. എന്തായിരിക്കും നടപടികൾ? കാരണം ചോദ്യം ചെയ്യലല്ല പ്രധാനമായിട്ടും വേണ്ടത്, തെളിവുകൾ കണ്ടെത്തുക. അതിനപ്പുറം, കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ വിശദമായ രീതിയിലുള്ള ഈ തെളിവ് ശേഖരണമൊക്കെ ഉണ്ടായതല്ല. ഇപ്പോഴത്തെ ഈ നടപടിക്ക് പിന്നിൽ എന്തായിരിക്കും? ടോം പറയുന്നതാണ് ഏറ്റവും വൈരുദ്ധ്യം എന്ന് പറയാൻ കഴിയില്ല. കാരണം പീഡിപ്പിച്ച ആൾ രണ്ട് ബലാത്സംഗ കേസുകളിലെ പ്രതി പുറത്ത് നടക്കുന്നു. ഒടുവിലാണെങ്കിൽ പോലും ജയിലിലല്ല. പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നയാളാണിപ്പോൾ ജയിലിലാവുന്ന മാത്രമല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. തീർത്തും അതൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതായാലും രാഹുൽ ഈശ്വർ ഇനിയും കസ്റ്റഡിയിൽ തുടരും. ഇന്ന് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ കൊണ്ടുവന്ന പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിട്ട് നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിന് കാരണമായി പോലീസ് പറയുന്നത്, നേരത്തെ തന്നെ ഇയാളുടെ ജാമ്യം നൽകണമെന്ന് ആവശ്യം വന്നപ്പോൾ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ പിന്നീട് കസ്റ്റഡി അപേക്ഷ തീർപ്പാകുന്നതുവരെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല. കസ്റ്റഡി ആവശ്യപ്പെടാൻ കാരണം രാഹുൽ ഈശ്വർ നേരത്തെ കസ്റ്റഡി ഉണ്ടായിരുന്നപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഈശ്വർ പ്രതിഷേധത്തിലായിരുന്നു. ഈ അറസ്റ്റിൽ ജാമ്യം കിട്ടാത്തവരൊക്കെ പ്രതിഷേധിച്ച് നിരാഹാര സമരത്തിലായിരുന്നു. ആ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അടക്കം നൽകാൻ രാഹുൽ തയ്യാറായതിന് പരാതി കൂടി നേരത്തെ പോലീസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണം, ഈ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രാഹുലിൻ്റെ കസ്റ്റഡിയിലേക്ക് വീണ്ടും പോലീസ് ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 24 മണിക്കൂറോളം രാഹുലിനെ വീണ്ടും പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. നാളെ 11 മണിക്ക് കോടതി ചേരുന്നത് വരെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ, വിവരങ്ങൾ തേടാൻ പോലീസിന് കഴിയും. ആ ഒരു കാര്യത്തിനാണ് ലാപ്ടോപ്പിൽ നിന്ന് വരെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. നേരത്തെ ഒരു സത്യവാങ്മൂലം എല്ലാം തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് ഇനി ആവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ പരിഗണിക്കാതെയാണ് കോടതി ജാമ്യ അപേക്ഷ നേരെ തള്ളിക്കളഞ്ഞത്. ഏതായാലും ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞു. കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ അപ്പോൾ ഈ ജാമ്യാപേക്ഷയും പരിഗണിച്ചേക്കാം. എങ്കിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ തുറന്നു വരും. ഏതായാലും നിലവിൽ രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ ഈശ്വറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം രാഹുൽ ഈശ്വറിന് കുരുക്കായത് അയാളുടെ ഒരു അമിത ആത്മവിശ്വാസമാകില്ലേ? കാരണം നമുക്കറിയാം, നിയമവിദഗ്ധനാണ്, അഭിഭാഷകനാണ്. താൻ ഇത്രയും നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിജീവിതയെ അപമാനിച്ചില്ല, അവരുടെ പേര് പറഞ്ഞില്ല, അതല്ലാതെ പേരെടുത്തു പറയാതെ തുടർച്ചയായി അപമാനിച്ചു കൊണ്ടിരുന്നു. അതൊന്നും ഈ കേസിൻ്റെ പരിധിയിൽ വരില്ല. താൻ ഈ സൈബർ കുരുക്കിൽ അല്ലെങ്കിൽ സൈബർ കേസുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിൽ പെടില്ല എന്നൊക്കെ ആത്മവിശ്വാസമുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ തെളിവ്, അതായത് ആ ലാപ്ടോപ്പ് അവിടെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. അതായത് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം അഡ്മിൻ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അതായത് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ ഇയാൾക്ക് കുരുക്കാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്തായിരിക്കും നടപടി? കാരണം നാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും ഈ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കൈമാറുകയും തെളിവുകൾ ലഭിക്കുകയും ചെയ്താൽ, പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചാൽ, പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യത്തെ എതിർക്കുന്നൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ?
അതിന് സാധ്യതയില്ല. കാരണം രാഹുൽ ഈശ്വറിനെ തിരിച്ചടിയായെന്ന് എല്ലാവരും പൊതുവിൽ കരുതുന്നത് രാഹുലിൻ്റെ ഈ അമിത ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അബദ്ധ വിശ്വാസങ്ങളോ ഒക്കെ ആയിരുന്നു. രാഹുലിനെ പോലീസ് കസ്റ്റഡി എടുക്കാൻ വന്നപ്പോൾ പോലും രാഹുൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടത് തന്നെ വലിയ നിയമവൃത്തങ്ങളിലുമൊക്കെ വലിയ കൗതുകം ഉണർത്തിയതാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ലാപ്ടോപ്പ് എൻ്റെ പക്കലുണ്ട് പക്ഷേ കൊടുക്കില്ല, ഒളിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നു. അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അത് രാഹുൽ തന്നെ സ്വയം വരുത്തിവെച്ച ഒരു വിനയായി കുരുക്കായി മാറുകയായിരുന്നു രാഹുൽ ഈശ്വറിന്. അത് കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ രാഹുലിന് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടായതുള്ളൂ എന്ന് വിലയിരുത്തുന്നവരുണ്ട്. കോടതിക്ക് ജാമ്യം നൽകാവുന്ന കുറ്റങ്ങളായിരുന്നു. പക്ഷേ അവിടെ രാഹുൽ കുറച്ചുകൂടി അബദ്ധം കാണിച്ചു. കോടതിയിൽ പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ അഭിഭാഷകൻ സംസാരിക്കുന്നതിന് കൂടുതൽ സംസാരിച്ചത് രാഹുൽ ഈശ്വറായിരുന്നു. കോടതിയിൽ സ്വയം വാദിക്കാൻ ശ്രമിച്ചു. അതുമാത്രവുമല്ല ഈ തൻ്റെ ഭാഗം പറയാൻ വലിയ രീതിയിൽ അവിടെ ബഹളമുണ്ടാക്കി രാഹുൽ ശ്രമിച്ചു. കോടതി നടപടികളോട് നിയമത്തോട് സഹകരിക്കുന്നതിന് പകരം ജയിലിൽ പോകുമ്പോഴും ഒരു പ്രതിഷേധ രൂപത്തിലാണ് രാഹുൽ ഇടപെട്ടത്. നിരാഹാര സമരമാണെന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും മാധ്യമ കസ്റ്റഡിയിരിക്കുന്ന ആൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ സംസാരിക്കാൻ പാടില്ല. പക്ഷേ പലപ്പോഴും അതൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഒരു പുറത്ത് കാണിക്കുന്ന ഒരു ഷോ തന്നെ പോലീസ് കസ്റ്റഡിയിലും ഒരുപക്ഷെ കോടതിയിലുമൊക്കെ കാണിച്ചു എന്നാണ് ഈ അഭിഭാഷകരും മറ്റും പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയാണ് രാഹുൽ ഈശ്വറിന് തിരിച്ചടി. അതുകൊണ്ട് തന്നെയാണ് ഈ യഥാർത്ഥ പ്രതി ഇപ്പോൾ പുറത്ത് വിലസുമ്പോഴും പ്രതിയെ പിന്തുണച്ച് വന്ന പ്രതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയുമായി മാറി തുടരുന്നതിന് കാരണം അയാളുടെ ഈ തീർത്തും അബദ്ധം നിറഞ്ഞ നിലപാടുകളും ഈ നീക്കങ്ങളും തന്നെയാണ്. ടോം, തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് സന്ദീപ് വാര്യരുടെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. കാരണം ഈ കേസിൽ 4ാം പ്രതിയാണ്, ഈ സൈബർ അധിക്ഷേപ കേസിൽ 4ാം പ്രതിയാണ്. ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഉള്ള കാരണം സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റാണ്. അതായത് അന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ആ അതിജീവിതയുടെ വിവാഹത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. അതായത് അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതാണ് അതിൽ പ്രധാനമായും ഒരു ആക്ഷേപമായി നിലനിൽക്കുന്നത്. അവിടെ സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വറും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ പക്ഷേ സന്ദീപ് വാര്യർക്ക് ആശ്വാസകരമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഈ മാസം 15 വരെയും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്നായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള ഒരു തീർപ്പ് അല്ലെങ്കിൽ അതിലുള്ള വിധി കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അതോ 15-ാം തീയതി കേസ് പരിഗണിക്കുമോ? 15-ാം തീയതി ആ കേസിലെ വിധി വരാൻ തന്നെയാണ് സാധ്യത. അതിൽ പ്രധാന പ്രതിയിലുള്ള ഒരാൾ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ സ്വാഭാവികമായും കസ്റ്റഡിയിലുണ്ട്. മറ്റു പ്രതികളെയും 1-ാം പ്രതി അടക്കമുള്ളവർക്കും ഈ 15 വരെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം അറിയിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ സന്ദീപ് വാര്യർക്കും കേസിൽ അനുകൂല വിധി ഉണ്ടായിരിക്കുന്നത്, അനുകൂല ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യില്ല. 15-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമോ അന്തിമ വിധിയോ ഉണ്ടാകാനും ഇടയുണ്ട്. സന്ദീപ് വാര്യർ പ്രധാനമായും പറഞ്ഞ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടൊരു ചിത്രമാണ്. അത് ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടതല്ല. ആ സമയത്ത് ചിലർ അത് പ്രചരിപ്പിക്കുകയായിരുന്നു. തനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താനോ ഐഡന്റിറ്റി പുറത്തു പറയാനോ അല്ലെങ്കിൽ അവരെ അവമാനിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല എന്ന വാദമാണ് സന്ദീപ് വാര്യർ കോടതിക്ക് മുമ്പാകെ വെച്ചത്. ഏതായാലും കോടതി അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് 15-ാം തീയതി തന്നെ ഒരുപക്ഷേ ഈ കേസിൽ വിധി പറഞ്ഞേക്കും. അതുവരെ KPC ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യില്ല. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.